എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല, ഇന്ന് ഒരു ചെറിയ വീഡിയോ കേട്ടോ. മോനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. സ്മൈൽ സ്മൈൽ, ചിരിക്ക്. ദേ അമ്മി വീഡിയോ എടുക്കുന്ന എല്ലാവരും കാണുന്നത്, ചിരിക്കുന്നുണ്ടോ? ചിരിക്ക്. എവിടെ ഇഞ്ചക്ഷൻ ചെയ്ത മോനൊന്ന് ഫാൻസിനൊക്കെ പറഞ്ഞു കൊടുത്തേ. മോൻ്റെ എല്ലാ ഫാൻസിനും എവിടെ ഇഞ്ചക്ഷൻ ചെയ്തേ? ഇവിടെ അല്ലേ പൊന്നോ? അപ്പോൾ ഗൈസ്, ഇന്നലെ വൈറസിൻ്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു. അങ്ങനെ അവൻ്റെ ഈ 3 ഇഞ്ചക്ഷനും കഴിഞ്ഞു കേട്ടോ ഈ കൊല്ലത്തെ. അപ്പോൾ ഇനി അടുത്ത വ്യാഴാഴ്ച കുളിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വ്യാഴാഴ്ച എടുത്തുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം കുളിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾ സൺഡേ ബാത്താണ് ചെയ്യുന്നത്, അതായത് സൺഡേ ആണ് ഞങ്ങൾ കുളിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൺഡേ കുളിപ്പിക്കുന്നില്ല, വെറുതെ ഒന്ന് ചൂടുവെള്ളത്തിൽ തുടച്ചെടുക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അധികം നനയുന്നത് ശരിയല്ല അവിടെ. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് കിണുങ്ങി പിന്നെ ഞാൻ പിടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഡോക്ടർ ബാക്കിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പോയി. ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞ്, അപ്പോൾ നല്ല കുട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയി കേട്ടോ. ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സമയം ഡോക്ടറായിട്ട് ഭയങ്കര ശത്രുവാണ് കേട്ടോ. ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അവൻ പിന്നെ ഓക്കെ, പിന്നെ തോളിക്കയറൽ എല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഒരു പപ്പായ അങ്ങനെ ഇട്ട് വേവിച്ചു, ക്യാരറ്റിൻ്റെ കൂടെയും ബീൻസും ഒക്കെ ഇട്ട്. പപ്പായ ഇന്ന് കൂടുതലിട്ട് കേട്ടോ. പരിപ്പും പപ്പായയും ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് വേവിച്ച്, സബ്ജിയൊക്കെ കൂടെ വേവിച്ച് 1/2 കിലോ തൈരൊക്കെ ഒഴിച്ചു. എന്നിട്ട് മോന് ചോറ് കൊടുത്തു കേട്ടോ. ഇന്നലെ തൈരും പഴവുമായിരുന്നു. ഇന്ന് പച്ചക്കറികളും പപ്പായ കൂടുതൽ ഇട്ട് കൊടുത്തു. ഡോക്ടറിന് പപ്പായ കൂടുതൽ ഇട്ട് കൊടുക്കണം, കുറച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇവർക്ക് പപ്പായ നല്ലതാണ്, ലിവറിനും വയറ്റിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഞാൻ രാവിലെ ഒരു ഗ്യാസിൻ്റെ ഗുളിയൊക്കെ കൊടുത്തു, ഡ്രോപ്സ് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് അവനറിയാം ഞാൻ വീഡിയോ എടുക്കുന്നു, അതുകൊണ്ട് ഓടി കയറി കിടക്കുന്നതാണ്. അല്ലേ പൊന്നു? സ്മൈൽ ചെയ്തേ പൊന്നു, സ്മൈൽ ചെയ്തേ പൊന്നു, അമ്മയുടെ പൊന്നു. അപ്പോൾ അങ്കിൾമാരെ, ആൻറ്റിമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ എല്ലാവരും തന്നെ എന്നെ കാണുക. കണ്ടോ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഇല്ലേ? എന്നെ കാണുക. ഒരു ഹൈ കൊടുത്തേക്ക്, ചേച്ചിമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്തേക്ക്. ഹായ്. ഇപ്പുറത്തൊരു ഹായ്, ഇപ്പുറത്തെ കൈ ഹായ്. എല്ലാവർക്കും ഹൈ തന്നെ കേട്ടോ കൊച്ച്. ഈ കൈ കൊണ്ട് കൊടുത്തേ, ഈ കൈ കൊണ്ട് ഹായ്, ഈ കൈ കൊണ്ട് അതിനാ ഇരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൈ തന്നു, ഗുഡ് മോർണിംഗ് തന്നു മോൻ. ഒന്നും കൂടെ കൊടുത്തേ പൊന്നു, അമ്മയുടെ പൊന്നു ഒന്നും കൂടെ കൊടുത്തേ, അമ്മയുടെ പൊന്നു ഒന്നും കൂടെ കൊടുത്തേ, ഒരു ഹൈയും കൂടെ കൊടുത്തേ. ഹായ്. എവിടെ തന്നില്ല? ഹൈ തന്നാലേ ഉള്ളൂ. എല്ലാവർക്കും കൊടുത്തേ, അങ്കിൾമാർക്ക്, ആൻറ്റിമാർക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക് എല്ലാവർക്കും കൊടുത്തേ ഒരു ഹൈ. ഇപ്പുറത്തെ കൈ കണ്ട് ഹായ്. കണ്ടോ ഗുഡ് മോർണിംഗ് ഒക്കെ തന്നെ. എൻ്റെ മോൻ നല്ല മോനാണ്. ഇപ്പോൾ ഈ പൗഡർ ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഇരിക്കുന്ന ഇരിപ്പ് കേട്ടോ, കുത്ത വച്ചൊരു ഇരിയാണ് കേട്ടോ, നല്ല രസമാണ് അവൻ. അപ്പോൾ എടുക്കട്ടെ മാമ. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് പൗഡർ ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഇത് വേണ്ട, എക്സറ്റിക് പൗഡറാണ് കേട്ടോ. ഞാൻ ഡെയിലി മാറിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അവന് 3-4 പൗഡർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കും. ഇനിയിപ്പോൾ ഒന്ന് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞായറാഴ്ച ഇനി കുളിപ്പിക്കില്ലല്ലോ, അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഒന്ന് വെള്ളം ചൂടാക്കി എടുത്താൽ, ഞാൻ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ ഒന്ന് വെള്ളം ചൂടാക്കി തുടക്കുന്നതാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞു അത് വേണ്ട, ഒരു ദിവസം തുടച്ചെടുത്താൽ മതി, സ്പ്രേയും അടിച്ചു കൊടുത്ത് പൗഡറൊക്കെ അവന് ഇട്ട് കൊടുക്കുമ്പോൾ ശരിയാവും കേട്ടോ. അതുപോലെ ഡോക്ടർ പറയുകയും ചെയ്തു, നിങ്ങളുടെ പെറ്റിന് ഒരു സ്മെല്ലൊന്നുമില്ല. ഞാൻ പലപ്പോഴും അവനെ ഇവിടെ വരുന്നതല്ലേ, അവനെ ഞാൻ കാണുന്നതല്ലേ, ഒരു സ്മെല്ലൊന്നുമില്ല. അങ്ങനെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു. എവിടെ പൊട്ടിട്ടേ മാമ, ഇങ്ങനെ വാ, പൊട്ടിട്ടേരാ, വാ പൊട്ടിട്ടേരാ, വാ ഇവിടെ വന്നേ, ഇവിടെ വാ എന്നാലും ഇട്ടേരുള്ളൂ മാമ. എടേ ഒട്ടിടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒക്കെ പൊട്ടൊക്കെ ഇട്ട് ആവട്ടെ മാമ.
ആ ഇട്ടു. നല്ല കുട്ടിയാണ് കേട്ടാ, നമ്മുടെ മോൻ നല്ല കുട്ടിയാണ് കേട്ടാ. ഇനി ഒരു ഉറക്കമൊക്കെ ഉണ്ട് ഗൈസ്, ചേച്ചിയുണ്ട്, അപ്പോൾ അത് കാരണം ഒരു ഉറക്കമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്, ഒരു ചെറിയ വീഡിയോ ആയിട്ടോ. പലർക്കും ചിലപ്പോൾ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്നിരുന്നാലും എല്ലാവരും ഇഷ്ടപ്പെടുന്നുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഓൾ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കാണണം കേട്ടോ, ലൈക്ക് ചെയ്യണേ. ഇരുന്നേ നോക്കട്ടെ, ദേ മാമ ഇട്ട് തരട്ടെ, നിൽക്കേ. മോൻ കാണിച്ചതാ, ആ മോഹം കാണിച്ചാ പോന്നാ. ആ ബസ് ദറ ദറ ദറ. ഈ സുന്ദരായി എടേ നോട്ടെ, നോക്കട്ടെ മാമ, എണീറ്റിരുന്നേ നോക്കട്ടെ മാമ, അങ്ങനെയൊന്നും കണ്ടുകൂടാ, എണീറ്റിരിക്കുക. ഓ എവിടെ പൊട്ടിട്ടത് നോക്കട്ടെ. അപ്പോൾ ദേ സ്കൂബി, ദേ ഇത് കണ്ടോ ഫ്രണ്ട്സ്, പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരനായി കേട്ടോ. ചെറിയ പൊട്ട ഇട്ട് കൊടുത്ത്, വലിയ പൊട്ടിട്ട് കൊടുത്താൽ അവന് ഞായറാഴ്ച കുളിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ മുഖത്തിട്ട് നല്ലവണ്ണം ഷാമ്പു ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ടർക്കി കൊണ്ടൊന്ന് പിടിച്ചാൽ പറ്റുള്ളൂ കേട്ടോ, പോവുള്ളൂ. അതുകൊണ്ടൊരു ചെറിയ പൊട്ടിട്ട് കൊടുത്തു. അവന് പൊട്ടിടുന്നത്, ചന്ദനം ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൗഡർ ഇടുന്നത്, അവന് സുന്ദരനാവണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് കണ്ടോ ബുള്ളറ്റിന് നോക്കുന്നത്. അത് ഞാൻ ജനലൊന്ന് തുറന്നിട്ടു, വെയിലുണ്ട്. വെയിൽ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും, മഴയും പെയ്യും കേട്ടോ, ഒന്നും അറിയാൻ പറ്റത്തില്ല. അവിടെ ഒന്ന് ഒളിഞ്ഞ് നോക്കുന്ന കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ ആരാന്നാണ് ഈ നോക്കുന്നത്. ഇത് കണ്ടോ, ഗേറ്റിൽ ആരാ വരുന്നതെന്നാണ് നോക്കുന്നത്. ദീപക്ക് വന്നോ പൊന്നോ? ആരാ, ദീപക്കാണോ വരുന്നത്? ഗേറ്റിലേക്ക് നോക്കുന്നതാ കേട്ടോ. ദീപക്ക് വന്നോ പൊന്നോ? ദീപക്ക് വന്നോ? എവിടെ ദീപക്ക്? ഗേറ്റിലാണോ വന്നേ? ഓ കയറി നിന്ന് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇന്ന് രാവിലെ അത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവനെ മോർണിംഗ് കഴിഞ്ഞ് ഓടിച്ചെന്ന് ബെഡ്റൂമിൻ്റെ ജനലിലേക്ക്, ഈ ബെഡ്റൂമല്ല മറ്റേ ബെഡ്റൂമിൻ്റെ ജനലിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തു വീഡിയോ. കണ്ടോ, ഇനി ഒന്ന് അവിടെയൊക്കെ ഇരുന്ന് ഒന്ന് നോക്കും. കണ്ടോ, അവിടെ ഒന്ന് ഇരുന്നു നോക്കി. കണ്ടോ ആ ഇരിപ്പ് കണ്ടോ. പൊന്നോ കിടക്കണില്ലേ? ഇപ്പം ദീപക്ക് വരൂല, ദീപക്ക് കുറച്ച് കഴിഞ്ഞ് വരുള്ളൂ. ഇനി 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ദീപക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ദീപക്കിൻ്റെ അങ്ങനെ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ദീപക്ക് വരുന്നുണ്ട്, നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. ദീപക്ക് നല്ല ആയിട്ട് കളിക്കുന്നുണ്ട് ഇവനായിട്ട്. ഇങ്ങോട്ട് നോക്കി പൊന്നാ. അപ്പുറത്തെ ഫ്ലാറ്റിനെ നോക്കുന്നതാണ് കേട്ടോ. ഇച്ചിരി നല്ല വെയിൽ ഉദിച്ചു കേട്ടോ. പക്ഷേ ഇപ്പം തന്നെ നമ്മൾ തുണി കൊണ്ടൊന്ന് ഇടുമ്പോഴായിരിക്കും കറക്കുകയും ചെയ്യുന്നത്, മഴയും പെയ്യുന്നു. അതുവരെ ആയിരിക്കും വെയിൽ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ നല്ല ചൂടുമാണ് കേട്ടോ. ഓനിവിടെ ഇരിക്കുന്ന റോഡിലേക്ക് പോകുന്നവരൊക്കെ അവിടുന്ന് റോഡിൽ കൂടെ പോകുന്ന അറിയാവുന്നവരാണ് ഇസ്കോബി എന്ന് വിളിച്ചിട്ട് പോകും. അപ്പുറത്തെ ഫ്ലാറ്റുകാരെ കളിപ്പിക്കും. ഇവിടെ നിന്ന് ബുള്ളറ്റിനെ കാണാം കേട്ടോ. കയറി കേട്ടോ. അവിടെ കിടന്നു, തലയണിയിൽ തല വെച്ച് കിടന്നു കേട്ടാ ഒന്ന്. എന്നാ തലയണിയിൽ തല വെച്ച് കിടന്നോ, അവിടെ കിടന്നോ ഇച്ചിരി നേരം കിടന്നോ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇന്നലെയും വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പോൾ ഡാഡി പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല തിരക്കിലായിരുന്നു. പിന്നെ എന്നും നമ്മൾ ഒരേ വീഡിയോ ഇടാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സുന്ദരനല്ലേ മോൻ? നല്ല സുന്ദരനാണ് കേട്ടോ എൻ്റെ മോൻ. ഇത് കണ്ടോ, നല്ല സുന്ദരനാണ്. എപ്പോഴും അവനെ കണ്ടാൽ നമുക്ക് ഉമ്മം കൊടുക്കാൻ തോന്നും കേട്ടോ. സത്യത്തിൽ അങ്ങനെയാണ്. അവനെ കണ്ടാൽ നമുക്ക് ഉമ്മം കൊടുക്കാൻ തോന്നും. കടിച്ച് തിന്നാൻ തോന്നും എൻ്റെ പൊന്നിനെ. കടിച്ച് തിന്നാൻ തോന്നും എൻ്റെ പൊന്നിനെ. കടിച്ച് തിന്നാൻ തോന്നും. കടിച്ച് തിന്നാൻ തോന്നും. നോക്കട്ടെ കടിച്ച് തിന്നാൻ തോന്നും അല്ലേ എൻ്റെ പൊന്നിനെ.
ഇതിൽ സുന്ദരനാണ് എൻ്റെ മോൻ. അവിടെ കിടക്കട്ടെ. കൊച്ചു കുട്ടികൾ നമ്മൾ കിടക്കാൻ പറയില്ല. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പില്ലോയൊക്കെ അവന് പില്ലോയിലൊക്കെ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഇപ്പോൾ ഉറങ്ങുന്ന ടൈമല്ല, അവൻ കുറച്ച് നേരമൊക്കെ കിടക്കും. പിന്നെ ദീപക്ക് വന്ന് ദീപക്കിനോട് കുറച്ച് കളിച്ച് തുമ്മിപ്പോയി മൂക്കി പിടിച്ചപ്പോൾ. ദീപക്കിനോട് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ ഉറങ്ങുള്ളൂ കേട്ടോ. വന്നിട്ട് അങ്ങനെയൊക്കെയാണ് സ്വഭാവം. ബാബി വാവൂ വാവൂ ഉങ്ങടെ കല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാമോ, അടുത്ത് വരുമ്പോൾ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മക്കൾക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവിടെ കിടന്നിട്ട് പൊങ്ങി നോക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേന്ന് പറയാം. മമ്മി സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ അങ്കിൾമാരും ആൻറ്റിമാർ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഇതൊന്ന് കാണണേ, എന്നെ ഒന്ന് കാണണേ. കണ്ടോ കിടപ്പ് നോക്കൂ, എന്ത് രസമൊന്ന്, എന്ത് രസമല്ലേ. ആവണ് ഫോണിനൊക്കെ നല്ല സുന്ദര കണ്ണാണ്. നല്ല വലിയ പൂച്ചക്കണ്ണൊക്കെയാണ് എൻ്റെ പൊന്നീൻ്റെ പൂച്ചക്കണ്ണൊക്കെയാണ്. അതെ ഇത് കണ്ടോ, പൂച്ചക്കണ്ണാണ്. പൊട്ടിട്ടത് ഒന്നും കൂടെ കാണിച്ചു കൊടുത്തേ. പൊട്ടിട്ടത് അതേ ഇരിക്കുന്നു പൊട്ട്. നല്ലത്, ഗുഡ് ബോയ്. അപ്പം അവിടെ കിടന്നോട്ടെ, അവിടെ ഇരുന്നോ. മാമ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, എന്നിട്ടൊക്കെ വരാട്ടെ. മോനവിടെ കിടന്നോ, താഴെ ഇറങ്ങി ചീത്തയാക്കണ്ട ശരീരമൊന്നും. ഇവിടെ കിടന്നോ, എന്നാലും എൻ്റെ പിറകെ ആയിരിക്കും ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ചേച്ചിയുടെ റൂമിൽ പോവും. കുറച്ച് നേരം ചേച്ചിയുടെ റൂമിൽ കിടന്നിട്ട് ചേച്ചിയുടെ അടുത്ത് കരയിൽ പുറത്തേക്ക് ഇറങ്ങി വരാം. അപ്പോൾ എന്നെ കാണണം, അവന് മമ്മിയെ കാണണം, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ പണി ചെയ്യുന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ കിടന്നോളും കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദീപക്ക് വരും. ഇത് കണ്ടോ, പോയി കിടക്കുക, സെറ്റിൽ പോയി കിടക്കുക. മമ്മി കറിയൊക്കെ വെച്ചിട്ട് വരട്ടെ, ചേച്ചി ഉള്ളതല്ലേ. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ, അവൻ എന്ത് ചെയ്താൽ ഉറങ്ങാതെ അവിടെയായിട്ട് കിടക്കുന്ന. ഇത് കണ്ടോ എന്താണെന്നറിയാമോ കിടക്കുന്നത് അങ്ങനെ എന്നെ കാണാനായിട്ടോ. മോൻ പോയി കിടന്നു. മമ്മി ഒരിടത്ത് പോകുന്നില്ല പൊന്നു. മമ്മി ഭക്ഷണമൊക്കെ വെച്ചിട്ട് വരാം. ചേച്ചിയില്ലേ, ഭക്ഷണമൊക്കെ വെച്ചിട്ട് വരാം. പോയി കിടന്നോ, ബാ. ആ കട്ടിലിൽ കിടന്നോ, ബാ വന്നേ. ഈ ഫാൻ ഇട്ടുണ്ട് അല്ലേ, ചേച്ചിയുടെ അടുത്തോട്ട് പോ. എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, ബാ. മമ്മി പണി ചെയ്യട്ടെ, ഇടയ്ക്കിടയ്ക്ക് മോനെ നോയിക്കൊണ്ടിരിക്കണം മമ്മി. കിടന്നേ, ബാ. സെറ്റിൽ കിടക്കുക. അപ്പോൾ ഫാൻ ഇട്ട് തന്നിട്ടുണ്ട്, AC ഇട്ട് കിടന്നാൽ അവിടെ കിടക്കുക. വാ, അപ്പം സെറ്റിൽ കിടക്കുക, മമ്മിയെ കാണാം. അപ്പം വാ, വന്നേ. ഇവിടെ കിടന്നോ, ബാ. ഇവിടെ വന്നോ, ബാ. ഇവിടെ വന്ന് കിടന്നോ. അപ്പം മമ്മിയെ കാണാൻ പറ്റുമോ, അടുക്കളയിൽ നിൽക്കുമ്പോഴും കാണാം കേട്ടോ. ഇവിടെ കിടന്നോ പോയിന്, ബാ. ഇവിടെ വന്ന് കിടന്നോ മമ്മീൻ്റെ അടുത്ത്. കറി വെക്കണ്ടേ, കറിയൊക്കെ കരിഞ്ഞ് പോകുമ്പോനോ. ഇങ്ങനെ ഒരു സ്നേഹം. ഞാൻ ഒരിടത്ത് പോകുന്നില്ല, നിന്നെ വിട്ട് എവിടെ പോകാനാ. വിളക്കൊക്കെ കത്തിച്ചില്ല, എല്ലാം കഴിഞ്ഞു. ചേച്ചിക്ക് ചോറൊക്കെ കൊടുക്കണ്ടേ, ലഞ്ച് കൊടുക്കണ്ടേ. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എല്ലാവർക്കും ഭക്ഷണം. ചേട്ടൻ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരും, അപ്പോൾ ചേട്ടനും കൊടുക്കണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഹായ് തരുന്നു, ചോദിക്കാതെ തന്നെ ഹൈ ഒക്കെ തരുന്നു. ഹായ്. ഈ കൈ ഉണ്ട് ഒരു ഹായ് താ. ഹായ്. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനാണ് എൻ്റെ മോൻ ഹൈ തന്നത് കേട്ടോ. ഹൈ തന്നു കഴിഞ്ഞാൽ വൈൻഡപ്പ് ആവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അവന് പറഞ്ഞത് മനസ്സിലായി. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മോൻ ഹൈ ഒക്കെ തന്നു. ഹൈ തന്ന് പെട്ടെന്ന് നിർത്തും മമ്മി, എന്നിട്ട് എന്നെ നോക്കും മമ്മി എന്നാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.